അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്ടർ ഇൻ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ കുറച്ച് സമയം കൊണ്ട് ഫുള്ളൊന്ന് സെറ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മളത് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്, എന്തിനെല്ലാമാണ് നമ്മൾ ജലം ഉപയോഗിക്കുന്നത്? വളരെ സിമ്പിൾ ബേസിക് ക്വസ്റ്റ്യൻ. എന്തിനെല്ലാം വേണ്ടിയിട്ടാണ് മക്കളെ ജലം ഉപയോഗിക്കുന്നത്? കുടിക്കാൻ വെള്ളം വേണം. തൊട്ട് മുന്നേ മിസ് ഇവിടെ കുടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്ത് വേണം? നമുക്ക് കുളിക്കാൻ വെള്ളം വേണം. നമ്മൾ പറഞ്ഞു ഡെയിലി കുളിക്കുന്നതൊക്കെയാണ് നല്ല ശീലങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ പറയണേ. അപ്പോൾ കുളിക്കാൻ നമുക്ക് വെള്ളം വേണം, ഭക്ഷണം പാചകം ചെയ്യാൻ വെള്ളം വേണം, ഈ കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കാൻ ക്ലീനിങ്ങിന് വെള്ളം വേണം, പിന്നെ വസ്ത്രങ്ങൾ ക്ലീൻ ചെയ്യാൻ വെള്ളം വേണം അല്ലേ. വെള്ളമില്ലാത്തൊരു ദിവസത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഈ വെള്ളം ശുദ്ധജലമായിരിക്കണം അല്ലേ. ഇംപ്യൂർ ആയിട്ടുള്ള വെള്ളമാണെങ്കിലോ നമുക്കിതിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഈ ഇംപ്യൂർ ആയിട്ടുള്ള സാധനത്തിനെ, അഴുക്ക് സാധനത്തിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാം, പ്യൂറാക്കി മാറ്റാം അല്ലേ. അതിന് നമ്മളോട് എക്സാമിന് ഇത് ചോദിക്കും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ജലത്തിനെ ശുദ്ധീകരിക്കുന്നത്? എങ്ങനെയൊക്കെയാണ്? നമ്മുടെ കയ്യിലേക്ക് കുറേ അഴുക്ക് ജലം വരികയാണ്. ഈ അഴുക്ക് ജലം എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ വേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുക, വലിയ വലിയ വേസ്റ്റ്, ലാർജ് വേസ്റ്റുകൾ നമ്മളിവിടെ ഫിൽട്ടർ ചെയ്യും. ഒന്നാമത്തതായിട്ട് വലിയ വലിയ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പേപ്പർ, തുണി, പ്ലാസ്റ്റിക് കവറ്, ഇങ്ങനത്തെ വലിയ വലിയ വേസ്റ്റുകൾ നമ്മൾ ആദ്യം ഫിൽട്ടർ ചെയ്യുന്നു. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും. സെറ്റിൽ ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ആ കലങ്ങിയ സാധനത്തിനെ കുറച്ച് നേരം ഇങ്ങനെ അനക്കാതെ വെക്കും. അപ്പോൾ കല്ലും മണ്ണും എല്ലാം ഇവിടെ ഇങ്ങനെ അടിഞ്ഞുകൂടും. അപ്പോൾ കല്ലും മണ്ണും ഇവിടുന്ന് പോയല്ലോ. മൂന്നാമത്തേതായിട്ട് നമ്മൾ അതിനെ കുഞ്ഞു കുഞ്ഞു അരിപ്പകൾ ഉപയോഗിച്ച് അരിച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും. അതാണ് നമ്മളിത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. വേറെ ഡിഫറെൻറ്റ് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് വെള്ളം അരിച്ചെടുക്കുന്നു. നാലാമത്തേതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം. ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രോഗകാരികൾ ഉണ്ടെങ്കിൽ അതിനെ കളയണം. രോഗകാരികളെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കും. ക്ലോറിനേഷനൊക്കെ ചെയ്യാറുണ്ട്. കോർപ്പറേഷൻ വെള്ളമൊക്കെയാണ് ക്ലോറിനേഷനൊക്കെ ചെയ്യും. അപ്പോൾ അതെന്താണ്, രോഗകാരികളെ കളയാൻ. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റോർ ചെയ്യും, സംഭരിക്കും, വീടുകളിലേക്ക് സപ്ലൈ ചെയ്യും. ഇത് ഈ ഓർഡറിൽ തന്നെ ഓർത്തിരിക്കണം മക്കളെ, വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യം എന്ത് ചെയ്യുന്നു, ഫിൽട്ടർ ഔട്ട് ലാർജ് ഡെബ്രിസ് അല്ലേ, വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു. രണ്ടാമത്തേതായിട്ട് മാലിന്യങ്ങളെ അടിയാൻ അനുവദിക്കുന്നു, അലോ വേസ്റ്റ് ടു സെറ്റിൽ. കുറച്ച് നേരം നമ്മുടെ ചായ അനക്കാതെ വെച്ചാൽ ചായപ്പൊടി അടിയിൽ അടിഞ്ഞു കിടക്കും, മുകളിൽ വെള്ളം ഊറി വരും അല്ലേ. അപ്പോൾ അതേപോലെ സെറ്റിൽ ഡൗൺ ചെയ്യാം. മൂന്നാമതായിട്ട് സ്ട്രെയിൻ എന്ത് ചെയ്യുക, സ്ട്രെയിൻ ത്രൂ മൾട്ടി ലെയേർഡ് ഫിൽറ്റേഴ്സ് അല്ലേ. പല തട്ടുള്ള അരിപ്പ കണ്ടിട്ടില്ലേ ചായയൊക്കെ അരിക്കുന്നത്, അതേപോലെ പലതരത്തിലുള്ള അരിപ്പകൾ ഉപയോഗിച്ച് അരിച്ചെടുക്കുക. നാലാമതായിട്ട് രോഗാണുക്കളെ നശിപ്പിക്കുക, ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുക ക്ലോറിനൊക്കെ ഉപയോഗിച്ചിട്ട്. പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, എല്ലാ വീടുകളിലേക്കും സപ്ലൈ ചെയ്യുന്നു. സെറ്റല്ലേ? ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, എക്സാമിന് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഡൗട്ട്, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വെള്ളം കിട്ടുക? സിമ്പിൾ ഡൗട്ടായി പോയില്ലേ. നമുക്ക് കിണറ്റിലെ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയും, കിണർ, വെൽ, കിണർ. പിന്നെ നമുക്ക് കുളം, പോണ്ട്, കുളത്തിലെ വെള്ളമുണ്ട്. പിന്നെ നമുക്ക് റിവർ, നദിയിൽ വെള്ളമുണ്ട്. പിന്നെ കടലിൽ ഉപ്പ് വെള്ളമാണ്, പക്ഷെ നമുക്ക് പ്യൂരിഫൈ ചെയ്ത് എടുക്കാനൊക്കെ പറ്റും. പക്ഷെ കുറേ പൈസയും മെനക്കേടുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും, വെള്ളം കിട്ടും. പിന്നെ നമ്മുടെ ശരീരത്തിൽ എത്ര അധികം വെള്ളമുണ്ട്? ഇത് മിസ് ഇത് വെക്കാൻ തന്നെ കാരണം ഇത് എക്സാമിന് ചോദിച്ചു പണ്ടത്തെ ഒരു ക്വസ്റ്റ്യനിൽ. നമ്മുടെ ശരീരത്തിൽ ഏത് അവയവമാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത്? നമ്മുടെ രക്തത്തിൽ 94% വെള്ളമാണ്. ആർക്കാണ് കുറവ്? അസ്ഥികൾ 31%. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല അവയവങ്ങളും എന്താണ്, മെജോറിറ്റി വെള്ളമാണ്. അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ പല ആക്ടിവിറ്റീസും നടക്കാൻ നമുക്ക് എന്ത് വേണം, വെള്ളം വേണം. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 70-75% ആരാണ്? വെള്ളമാണ്. ഇനി നമ്മൾ സസ്യങ്ങൾക്ക് വെള്ളം വേണോ അല്ലേ? ഭയങ്കര സിമ്പിളായിട്ടുള്ള രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിപ്പോയി. സസ്യങ്ങൾക്കും വെള്ളം വേണം. അത് മാത്രമല്ല ഇത് എക്സാമിന് ചോദിക്കാറുമുണ്ട്. എന്തിനൊക്കെയാണ് സസ്യങ്ങൾക്ക് വെള്ളം വേണ്ടത്? ഒന്നാമതായിട്ട് പ്രകാശ സംശ്ലേഷണത്തിന് നമ്മൾക്കറിയാം, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡാണ് ഉപയോഗിച്ചത്. അതിനുശേഷം ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാനും വെള്ളം വേണം. പിന്നെ നമ്മുടെ ജലവും ന്യൂട്രിയൻസും വേരിൽ നിന്ന് ആഗിരണം ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് എത്തിക്കണം.
അവിടെയും വെള്ളം വേണം അല്ലേ? പിന്നെയോ സസ്യങ്ങളുടെ ആ ഒരു ശരീരഘടന, അവരുടെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും എന്ത് വേണം? വെള്ളം വേണം. അപ്പോൾ ഈ 4 പോയിന്റ്സ് എൻ്റെ കുട്ടികൾ ഓർത്തിരിക്കില്ലേ? ഒന്ന് ആഹാരം ഉണ്ടാക്കാൻ, ഉണ്ടാക്കിയ ആഹാരം എല്ലായിടത്തും എത്തിക്കാൻ, പിന്നെ നമ്മുടെ വെള്ളവും ന്യൂട്രിയൻസും മുകളിലേക്ക് എത്തിക്കാൻ വെള്ളം വേണം, പിന്നെ ശരീരത്തിൻ്റെ ഘടന, പ്ലാന്റ്സിൻ്റെ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് എന്ത് വേണം? വെള്ളം വേണം. ഓക്കെ, ഇത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അപ്പോൾ ഒരു ഡൗട്ട്, നമുക്കറിയാം ഈ വെള്ളത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും കളറ് കാണുന്നുണ്ടോ? കളറില്ല. പിന്നെ നിങ്ങൾക്ക് ബസ്സിന് വിശ്വാസമല്ലേ? ബസ് മണത്ത് നോക്കാം, ഒരു മണമില്ല അല്ലേ? പക്ഷേ എല്ലാ വെള്ളവും കളറും നിറവും ഇല്ല എന്ന് കരുതിയിട്ട് ശുദ്ധജലമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം അത് നമുക്ക് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളത്തിന് കളറും ഉണ്ടാവില്ല, മണവും ഉണ്ടാവില്ല. പക്ഷേ അതിനകത്ത് ചിലപ്പോൾ ബാക്ടീരിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ കളറും നിറവും ഇല്ല അല്ലേ? കളറുണ്ട്, മണം ഉണ്ടെങ്കിൽ മാത്രമാണ് കേടുള്ള വെള്ളം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നോക്കിക്കേ, എന്തായാലും കേടുള്ള വെള്ളം ഈ കളറായിരിക്കും. പക്ഷേ ചില വെള്ളം കാണുമ്പോൾ എന്തായിരിക്കും, പ്രത്യേകിച്ച് കളറൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതിനകത്ത് ബാക്ടീരിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ പറയുന്നത്. തിളപ്പിക്കുമ്പോൾ ബാക്ടീരിയ ഒക്കെ നശിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കുട്ടിക്ക് വീണ്ടും ഒരു സംശയം, വെള്ളത്തിന് ഷേപ്പ് ഉണ്ടോ? ഇപ്പം മിസ് ഇതാ ഈ ഒരു ബോട്ടിലിനകത്ത് വെള്ളം എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഷേപ്പ് എന്തായി? ഈ കുപ്പീൻ്റെ ഷേപ്പായി. ഈ വെള്ളത്തിന് ഞാനൊരു പ്ലേറ്റിൽ ഒഴിച്ചാലോ? പ്ലേറ്റിൻ്റെ ഷേപ്പായി. ഈ വെള്ളത്തിന് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചാലോ? ആ പാത്രത്തിൻ്റെ ഷേപ്പായി. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ചാലോ? ടെസ്റ്റ് ട്യൂബിൻ്റെ ഷേപ്പായി. അപ്പോൾ വെള്ളത്തിന് നിറമുണ്ടോ മക്കളെ? വെള്ളത്തിന് നിറമുണ്ടോ? ഷേപ്പ് ഉണ്ടോ? ഇല്ല. അത് ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിൻ്റെ ആകൃതി സ്വീകരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ 2 കുട്ടികൾ എന്ത് ചെയ്യാണ്? തോണി വെള്ളത്തിൽ ഓട്ടിച്ച് കളിക്കാം. അതായത് ശരിക്കുള്ള തോണിയല്ല, പേപ്പർ ബോട്ട്. നിങ്ങൾ മഴയൊക്കെ പെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ വെള്ളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ തോണി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാം അല്ലേ? പക്ഷെ എല്ലാ സാധനങ്ങളും ഫ്ലോട്ട് ചെയ്യുമോ? നമ്മൾ തോണി ഫ്ലോട്ട് ചെയ്യുന്നത് പോലെ എനിക്ക് ഫ്ലോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് ചാടിയാലോ? നമുക്ക് നീന്തൽ അറിയെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ അതല്ല, ഒരു കല്ല്, തോണി ഇവിടെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്, ഒഴുകുന്നുണ്ട്, എന്നാൽ ഒരു കല്ലിനെ പിടിച്ച് ഫ്ലോട്ട് ചെയ്യിക്കാന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല, കല്ല് എന്ത് ചെയ്യും? മുങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില സാധനങ്ങൾ മുങ്ങിപ്പോവും, ചില സാധനങ്ങൾ പൊങ്ങിക്കിടക്കും. അപ്പം കല്ല്, നമ്മുടെ ആണി, നാണയങ്ങൾ, ഇതൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ സിങ്ക് ചെയ്യും. പക്ഷേ നമ്മുടെ വുഡ്, മരക്കഷ്ണം, പ്ലാസ്റ്റിക് ബോട്ടിൽ, ഇലകൾ, ഐസ് ക്യൂബ്, കോർക്ക്, ഷട്ടിലൊക്കെ കഴിക്കുന്ന കോർക്ക്, പിന്നെ പേപ്പർ ബോട്ടൊക്കെ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ ഇത് എക്സാമിന് നിങ്ങൾക്ക് തരാൻ ചാൻസ് ഉള്ളതാണ്. കുറച്ച് സാധനങ്ങളുടെ പേര് തരും, എന്നിട്ട് നിങ്ങളോട് പറയും ഒരു ബോക്സ് ആക്കുക, ആരൊക്കെ ഫ്ലോട്ട് ചെയ്യും, ആരൊക്കെ സിങ്ക് ചെയ്യും. അപ്പോൾ എൻ്റെ മക്കൾ ചെയ്യില്ലേ? കറക്റ്റായിട്ട് എഴുതില്ലേ? റെഡി? ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ സോല്യുബിൾ ആൻഡ് ഇൻസോല്യുബിൾ സബ്സ്റ്റൻസസ്. അതായത് ലയിക്കുന്നവയും ലയിക്കാത്തവയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഞ്ചസാര. കുറച്ച് പഞ്ചസാര എടുക്കുക, കുറച്ച് വെള്ളത്തിൽ കലക്കുക. ലയിക്കോ ലയിക്കില്ലയോ? ലയിക്കോ ലയിക്കില്ലയോ? സിമ്പിൾ അല്ലേ? നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? എടുത്ത് നോക്കുക. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ കലക്കി നോക്കാം, ലയിക്കും. ഉപ്പ് സിമ്പിളായിട്ട് ലയിക്കും അല്ലേ? അപ്പോൾ ചില സാധനങ്ങൾ എന്ത് ചെയ്യും? ലയിക്കും. പക്ഷെ ചില സാധനങ്ങൾ, ചോക്കുപൊടി വെള്ളത്തിലിട്ട് കലക്കി നോക്കൂ, ലയിക്കില്ല. ചളി എടുത്ത് നോക്കുക, എന്നിട്ട് വെള്ളത്തിൽ കലക്കി നോക്കുക, ലയിക്കാതെ ഇങ്ങനെ താഴെയിൽ അടിഞ്ഞു കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചില സാധനങ്ങൾ മാത്രം എന്ത് ചെയ്യും? വെള്ളത്തിൽ ലയിക്കും, എന്നാൽ ചില സാധനങ്ങൾ വെള്ളത്തിൽ ലയിക്കില്ല. അതേപോലെ ഇപ്പം മിസ് പറഞ്ഞില്ലേ, കുറേ സാധനങ്ങളുടെ പേര് എന്നിട്ട് ആരൊക്കെ ലയിക്കും, ആരൊക്കെ ലയിക്കില്ല എന്ന് ചോദിക്കുന്ന, അതേപോലെ ഫ്ലോട്ട് ചെയ്യും, സിങ്ക് ചെയ്യില്ല എന്ന് ചോദിച്ച പോലെ തന്നെ ഇതേപോലെ ചോദിക്കും, ആരൊക്കെ ലയിക്കും, ആരൊക്കെ ലയിക്കില്ല. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മണ്ണെണ്ണ, വെളിച്ചെണ്ണ, കർപ്പൂരം, മെഴുക്, ഇതൊന്നും ലയിക്കൂല. ഓക്കെ, ചോക്കുപൊടി നമുക്ക് വേണമെങ്കിൽ എഴുതാം, ചോക്കുപൊടി. ഇതൊന്നും എന്ത് ചെയ്യില്ല? വെള്ളത്തിൽ ലയിക്കാത്തവയാണ് ചോക്കുപൊടി. എന്നാൽ ഉപ്പ്, പഞ്ചസാര, ബേക്കിംഗ് സോഡ, വിനാഗിരി, ഡിറ്റർജൻറ്റ്, കോപ്പർ സൾഫേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ലയിക്കും. ഓക്കെ, ഇനി മിസ് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു. ഇതിനകത്ത് എന്തെടുത്തു? വെള്ളം എടുത്തു. ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കലക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇതിനകത്ത് ഞാൻ സോൾട്ട് എടുത്തു, ഇവിടെ ഞാൻ വെള്ളം എടുത്തു. വെള്ളത്തിൻ്റെ അകത്ത് ഞാൻ ഉപ്പിട്ട് കലക്കി കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? എന്താ മക്കളെ കിട്ടുക? സിമ്പിൾ, ഉപ്പ് വെള്ളം, സോൾട്ട് സൊല്യൂഷൻ അല്ലേ? ഉപ്പ് വെള്ളം കിട്ടും.
അപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടി വന്നു? 2 സാധനങ്ങൾ വേണ്ടി വന്നു. വെള്ളവും വേണ്ടി വന്നു, ഉപ്പും വേണ്ടി വന്നു. ഇതിനകത്ത് വെള്ളത്തിലേക്കാണ് ഞാൻ ഉപ്പ് ലയിപ്പിച്ചത് അല്ലേ? അപ്പം എന്തിലേക്കാണോ ലയിപ്പിക്കുന്നത് അതിനെ സോൾവെൻ്റ് അഥവാ ലായകം എന്ന് പറയും. എന്താണോ ലയിപ്പിച്ചത്, ഉപ്പല്ലേ ലയിപ്പിച്ചത്, അപ്പം ഇതിനെ സൊല്യൂട്ട് അഥവാ ലീനം എന്ന് പറയും. അല്ലെങ്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. ഏതാണോ കുറച്ചെടുത്തത് അത് സൊല്യൂട്ട്, ഏതാണോ കുറേ എടുത്തത് അത് സോൾവെൻറ്റ്. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? നമ്മുടെ വെള്ളത്തിനെ നമ്മൾ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്, സാർവിക ലായകം. കാരണം വെള്ളത്തിന് ഒരുവിധം എല്ലാ സാധനത്തിനും ലയിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് വെള്ളത്തിന് യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നാ പറയുക. അതിലേത് സബ്സ്റ്റൻസ് ആണോ ഡിസോൾവ് ആവുക അതിനെ സൊല്യൂട്ട് എന്ന് പറയും. ലയിച്ചു ചേരുന്ന വസ്തു ലീനം. ഇനി ലയിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന സബ്സ്റ്റൻസ് സോൾവെൻ്റ് അഥവാ ലായകം. എന്തിലാണോ ലയിച്ചു ചേരുന്നത് അതിനെ ലായകം. അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് ലായനി, അതുപോലെ തന്നെ സൊല്യൂഷൻ. ഇത് ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, സൊല്യൂട്ട് അഥവാ ലീനം എന്താണ്, അതുപോലെ തന്നെ സോൾവെൻ്റ് അഥവാ ലായകം എന്താണ്, അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് ലായനി അഥവാ സൊല്യൂഷൻ. ക്ലിയർ? ഓക്കെ, അപ്പം നമ്മളോട് ചിലപ്പം നമ്മൾ ഇതേപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാറില്ലേ, സോഡയൊക്കെ. അപ്പോൾ സോഡ വാട്ടർ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനാണ്, സോഡ വാട്ടർ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾ പറയാവോ ഇതിൽ ഏതാണ് സൊല്യൂട്ട് ഏതാണ് സോൾവെൻ്റ് എന്ന് പറയാവോ? ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. സോഡ വാട്ടർ ഒരു സൊല്യൂഷനാണ്. ഈ സൊല്യൂഷനിലെ സൊല്യൂട്ട് അഥവാ ലീനം ഏത്, ഇതിൻ്റെ അകത്തുള്ള സോൾവെൻ്റ് അഥവാ ലായകം ഏത്, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താ നമ്മൾ ആക്ച്വലി കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ അകത്ത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡാണ്, സോഡയിൽ പ്രത്യേകിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ വെള്ളമാണ് നമ്മുടെ ലായകം. അതിനകത്ത് എന്തിനെയാണ് ലയിപ്പിക്കുന്നത്? സോഡ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് നമുക്ക് സോഡ വാട്ടർ കിട്ടുന്നത്. ഓക്കെ, കണ്ടതാ. സോഡ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടുത്തെ ലീനം അഥവാ സൊല്യൂട്ട്, വെള്ളമാണ് അതിൻ്റെ ലായകം. ഒരുവിധം എല്ലാറ്റിൻ്റെയും സൊല്യൂഷനിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമായിരിക്കും അവിടുത്തെ ലായകം വരിക. ഇപ്പോൾ ഷുഗർ സൊല്യൂഷനിൽ ഷുഗർ സൊല്യൂട്ട്, സോൾട്ട് സൊല്യൂഷനിൽ സോൾട്ട് സൊല്യൂട്ട്, പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ സൊല്യൂഷൻ എടുത്താൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂട്ട്. ക്ലിയർ ആണോ? ഓക്കെ, റെഡി? ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 3 സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് പാർട്ടിക്കിൾ സൈസ് എടുക്കാം. നമ്മൾ 2 ഗ്ലാസ് വെള്ളം എടുക്കുന്നു. അതിനകത്ത് കല്ലുപ്പ് അല്ലെങ്കിൽ നല്ല തരിയുള്ള പഞ്ചസാര ഒന്നിലിടുന്നു, മറ്റേതിൻ്റെ അകത്ത് പൗഡേർഡ് പൊടിച്ച പഞ്ചസാരയും ഇടുന്നു. ഏതായിരിക്കും പെട്ടെന്ന് ലയിക്കുക? 2 ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിൻ്റെ അകത്ത് വലിപ്പമുള്ള പഞ്ചസാര തരികൾ ഇടുന്നു, ഒന്നിൻ്റെ അകത്ത് പൗഡർ പോലത്തെ പൊടിച്ച പഞ്ചസാര ഇടുന്നു. ഏതായിരിക്കും പെട്ടെന്ന് ലയിക്കുക? ഏതായിരിക്കും? പൊടിച്ച പഞ്ചസാര ആയിരിക്കും പെട്ടെന്ന് ലയിക്കുക. കാരണം പാർട്ടിക്കിൾ സൈസ് അവിടെ ഭയങ്കര ചെറുതാണ്. അപ്പോൾ പെട്ടെന്ന് ലയിക്കുന്നത് പൗഡേർഡ് ഷുഗർ ആയിരിക്കും. വേറൊന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നിനെ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കുന്നു, മറ്റേതിനെ നമ്മൾ ഇളക്കുന്നില്ല. ഏതായിരിക്കും പെട്ടെന്ന് ലയിക്കുക? 2 നമ്മൾ ഷുഗർ ഇടുന്നു, പഞ്ചസാര ഇടുന്നു, ഒരേപോലത്തെ ഷുഗർ. ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, മറ്റേത് ഇളക്കാതെ വെച്ചിരിക്കുക. ഇളക്കുന്നത് പെട്ടെന്ന് ലയിക്കും. ഓക്കെ, കാരണം അവിടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ഡിസോൾവ് ചെയ്യും പെട്ടെന്ന്. അടുത്തത്, നമ്മളൊരു ഗ്ലാസ്സിൽ തണുപ്പ് വെള്ളവും എടുക്കുന്നു, ചൂടുവെള്ളവും എടുക്കുന്നു, തണുപ്പ് വെള്ളവും എടുക്കുന്നു. ആരായിരിക്കും പെട്ടെന്ന് ഡിസോൾവ് ആവുക? എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ പഞ്ചസാര ഇട്ടെങ്കിൽ നമുക്ക് കാണില്ല, അതുകൊണ്ട് മഷി ഇട്ടിക്കുകയാണ്. മഷി ഇട്ടിക്കുന്ന സമയത്ത് ചൂടുവെള്ളത്തിൽ ഇട്ടിച്ചതായിരിക്കുമോ പെട്ടെന്ന് ഡിസോൾവ് ആവുക, അതോ തണുപ്പ് വെള്ളത്തിൽ ഇട്ടിച്ചതായിരിക്കുമോ പെട്ടെന്ന് ഡിസോൾവ് ആവുക? ഏതാണ്? ഹോട്ട് വാട്ടറിൽ ഇട്ടതായിരിക്കും പെട്ടെന്ന് ഡിസോൾവ് ആവുക. ഓക്കെ, കാരണം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡിസോൾവിങ് എന്ന് പറയുന്ന എബിലിറ്റി കൂടും. ഓക്കെ, പെട്ടെന്ന് അത് ലയിക്കും. റെഡി? ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 3 സിറ്റുവേഷൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് നമ്മുടെ വെള്ളത്തിൻ്റെ 3 അവസ്ഥകളാണ് നോക്കുന്നത്. അതായത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ജലത്തിൻ്റെ അവസ്ഥകൾ. ജലത്തിന് 3 അവസ്ഥകളിൽ നിൽക്കാൻ പറ്റും. ഒന്ന് സോളിഡ് സ്റ്റേറ്റ്, ഖരാവസ്ഥ. മറ്റേത് ദ്രാവകാവസ്ഥ അഥവാ ലിക്വിഡ് സ്റ്റേറ്റ്. മറ്റേത് വാതകാവസ്ഥ അഥവാ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ വെള്ളത്തിനെ നമ്മൾ സാധാരണയായിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണുക. അതിനെ നമ്മൾ തണുപ്പിച്ചാൽ അല്ലേ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? തണുപ്പിക്കുകയാണെന്ന് കരുതുക. തണുപ്പിച്ച് കഴിഞ്ഞാൽ എന്താവും? അത് സോളിഡ് ആവും. അതിനെ നമ്മൾ ചൂടാക്കിയാൽ എന്താകും? അത്
വെള്ളത്തിനെ നമ്മൾ ചൂടാക്കിയാൽ അത് വാതകമാവും അല്ലേ, നമ്മുടെ ഇങ്ങനെ വേപ്പറായിട്ട് പോവും. ഓക്കെ, ഈ ഐസിനെ മെൽറ്റ് ചെയ്താൽ ടെമ്പറേച്ചർ കുറച്ചാൽ ആദ്യം ലിക്വിഡ് ആകും, പിന്നെയും ചൂടാക്കിയാൽ ടെമ്പറേച്ചർ വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ അത് ഗ്യാസ് ആവും. ഓക്കെ, അപ്പോൾ ഈ 3 സാധനങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, ഇങ്ങനത്തെ ചോദ്യം വന്നിട്ടുണ്ട്. ഇങ്ങനെ തരാം, സോളിഡ് സ്റ്റേറ്റ് തരും. സോളിഡ് എന്താക്കിയാലാണ് നമുക്കത് ഗ്യാസ് ആവുക, എന്താക്കിയാലാണ് നമുക്കത് സോളിഡ് ആവുക? സോളിഡ് എന്ന് പറഞ്ഞാൽ എന്ത് ഫോമിലാണ് കിട്ടുന്നത്? അപ്പോൾ നമ്മൾ പറയും ഇത് ഐസാണ്. ഇതിനൊരു എക്സാമ്പിൾ ഏതാ? ഇത് വേപ്പറാണ്. ഇതെപ്പോഴാ? ഹോട്ട് അല്ലേ? ഇതിനെ തണുപ്പിക്കണം, കോൾഡ് ആക്കിയാലാണ് സോളിഡ് ആയിട്ടുള്ള ഐസ് ആവുക. ഇതിനെ ഹോട്ട് ചൂടാക്കിയാലാണ് നമുക്ക് ഗ്യാസ് ആവുക. ക്ലിയർ? ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ വെള്ളത്തിൻ്റെ ഒരു എബിലിറ്റിയാണ് ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ. വെള്ളത്തിനെ ചൂടാക്കി കഴിഞ്ഞാൽ ലിക്വിഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്തിട്ട് അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ പോകും. അതെന്ത് ചെയ്യും? സറൗണ്ടിങ്സിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയനെയാണ് നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. ഇത് എപ്പോഴും നടക്കും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ നനഞ്ഞ തുണി ഉണക്കാനിടുന്നു എന്ന് കരുതാം, അപ്പോൾ ചൂടാക്കുന്നൊന്നുമില്ലല്ലോ. നമ്മൾ നനഞ്ഞ തുണി ഉണക്കാനിടുമ്പം സൺലൈറ്റിൻ്റെ ചൂടുണ്ട്. അപ്പോൾ നനഞ്ഞ തുണിയിൽ ആ വെള്ളത്തിൻ്റെ പാർട്ടിക്കിൾസ് വേപ്പേഴ്സായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഡ്രസ്സ് ഉണങ്ങി കിട്ടുന്നത് അല്ലേ? നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ വേപ്പറൈസേഷൻ്റെ പ്രക്രിയ കൂടും, സ്പീഡിൽ നടക്കും. അതുകൊണ്ടാണ് തണുപ്പ് കാലത്ത് സൂര്യൻ അത്രയില്ല, ചൂട് കുറവാണ്. അപ്പോൾ നമുക്ക് തുണികൾ ഉണങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ചൂട് കാലത്തോ തുണികൾ പെട്ടെന്ന് ഉണങ്ങും, കാരണം സൺലൈറ്റ് നല്ലോണം കിട്ടുന്നതുകൊണ്ട് തന്നെ എന്താവും? ബാഷ്പീകരണവും കൂടും. ക്ലിയർ? ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെയാണ് വാട്ടർ ലെവൽ. ഇപ്പം നമ്മുടെ ജലത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞപ്പം ജലത്തിന് ലയിപ്പിക്കാൻ പറ്റും അല്ലേ? നമ്മൾ സാർവിക ലായകം എന്നാണ് പറഞ്ഞത്. പിന്നെ അതിന് വേപ്പറൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ട്, അതുകൊണ്ടാണ് തുണികളൊക്കെ ഉണങ്ങി കിട്ടുന്നത്. മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ജലത്തിൻ്റെ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പണികളൊക്കെ ഇപ്പം കെട്ടിടപ്പണിയൊക്കെ നടക്കുമ്പോൾ നമ്മളൊരു ജനല പിടിപ്പിക്കണം, ജനവാതിൽ പിടിപ്പിക്കണം. ഒരു ഡോറൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ലെവലിലായിരിക്കണം. അതായത് ഇത് നമ്മുടെ വീട് വെക്കുക, നമ്മുടെ വീട്. അപ്പോൾ വീടിന് നമുക്കൊരു ജനവാതിൽ വെക്കണം, ഇതാണ് മണ്ണ്. ഓക്കെ, അപ്പോൾ ജനവാതിൽ ഇങ്ങനെ ചെരിഞ്ഞ് വെക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ഇത് കറക്റ്റ് ലെവലിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബിൽ നമ്മൾ വെള്ളം നിറയ്ക്കും. ട്യൂബിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കും. അപ്പോൾ ഈ വെള്ളം കറക്റ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലെവലിലാണ് ജനലിൽ പിടിപ്പിച്ചിരിക്കണേന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയോ നിൽക്കുന്നുണ്ടെങ്കിൽ ചെരിവുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ജലത്തിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ജലവിധാനം. ജലം എപ്പോഴും എന്ത് ചെയ്യും? കറക്റ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇതിനൊരു എക്സ്പെരിമെൻ്റ് പറയുന്നുണ്ട്. ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ 3 ഗ്ലാസ്സുകളിലായിട്ട് ഇങ്ങനെ വെള്ളം എടുക്കാം. ഒരു 3 ഗ്ലാസ്സുകൾ എടുക്കാം, അല്ലെങ്കിൽ 3 പാത്രങ്ങൾ എടുക്കാം. ഒന്നിൽ വെള്ളം നിറയ്ക്കാം. ഈ 3 എണ്ണത്തിനെ നമ്മളിങ്ങനെ ട്യൂബ് വെച്ച് കണക്ട് ചെയ്യാം. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പം ഈ ട്യൂബിലൂടെ വെള്ളം ഒഴുകി എല്ലാ ഭാഗത്തും കറക്റ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ജലവിധാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വിധാനം പാലിക്കുന്നു, വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പിന്നെ സാധനങ്ങളെ ഡിസോൾവ് ചെയ്യാൻ പറ്റും. ഇതിനെ യൂണിവേഴ്സൽ സോൾവെൻറ്റ്, സാർവിക ലായകം എന്ന് പറയുന്നു. ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ എന്ന് പറയുന്ന എബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ജലത്തിൻ്റെ പ്രോപ്പർട്ടീസാണ്, പ്രത്യേകതകളാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ ഭൂമി. നമ്മുടെ ഭൂമിനെ നമ്മൾ നീലഗ്രഹം എന്നൊക്കെയാണ് പറയുക അല്ലേ? കാരണം നോക്കി കഴിയുമ്പോൾ ഭൂമിനെ നീല കളറാണ് കാണാം. എന്തുകൊണ്ടാണ്? നമ്മുടെ ഭൂമിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു 80% ജലമാണ്. ബാക്കി വരുന്ന കുറച്ച് ഭാഗം മാത്രമാണ് അല്ലേ, സമുദ്രമാണ് നമ്മുടെ ഭൂമിയിൽ മുഴുവൻ. കുറച്ച് ഭാഗം മാത്രമാണ് എന്തുള്ളത്? കരയുള്ളത്. ആ സമുദ്രത്തിൽ തന്നെ 97 നമ്മുടെ വെള്ളത്തിൽ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ ഇത്രയും കടലാണ്. ആ കടലാണ് നമുക്ക് കുടിക്കാൻ കിട്ടുന്ന വെള്ളം കുറച്ച് മാത്രമേ ഉള്ളൂ. ഈ ഉപ്പുവെള്ളം നമുക്ക് കുടിക്കാൻ പറ്റില്ല, കുടിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റണം. അത് കുറച്ച് ചിലവേറിയ പണിയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഭൂമിയിൽ നമുക്ക് കുടിക്കാൻ കിട്ടുന്നത് വെറും 3% മാത്രം. അതായത് ഫ്രഷ് വാട്ടർ, ശുദ്ധജലം കുറച്ച് മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ കടലാണ്. അപ്പം നമ്മൾ ഈ ശുദ്ധജലത്തിനെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? അതുമില്ല. നമുക്ക് മെയിനായിട്ട് ഈ ശുദ്ധജലം എങ്ങനെ കിട്ടുന്നത്? മഴ പെയ്തിട്ട് അല്ലേ? നമ്മുടെ ഈ തടാകങ്ങളിലും നദികളിലൊക്കെയുള്ള ജലം ചൂട് കൂടുന്ന സമയത്ത് വേപ്പറായിട്ട് ഇങ്ങനെ ആകാശത്തിലേക്ക് പോകും. ആകാശത്തിലെത്തുമ്പോൾ അവിടെ തണുപ്പായിരിക്കും. അപ്പോൾ അവർ കണ്ടൻസ് ചെയ്യും, എന്നുവെച്ചാൽ ഘനീഭവിക്കും. അങ്ങനെ ഘനീഭവിച്ച് അവർ കുഞ്ഞു കുഞ്ഞു മഴത്തുള്ളികളായിട്ട് മാറും.
ഈ മഴത്തുള്ളികളാണ് പിന്നെ ക്ലൗഡ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ക്ലൗഡ്സിൻ്റെ ഉള്ളിൽ, മേഘങ്ങൾക്കുള്ളിൽ ഈ മഴത്തുള്ളികളെല്ലാം കൂടി ചേർന്നാണ് മേഘങ്ങൾക്ക് അത് താങ്ങാൻ പറ്റാതെ അത് മഴയായിട്ട് പെയ്യാണ് ചെയ്യണം. അങ്ങനെ വീണ്ടും അവർ തടാകങ്ങളിലെത്തും. അപ്പോൾ എങ്ങനെയാണ് മഴ ഉണ്ടാവുന്നത്? ജലാശയങ്ങൾക്ക് ചൂട് പിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. മഴത്തുള്ളികൾ പറയാ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തും. പിന്നീട് തണുത്ത് മഴമേഘങ്ങളായിട്ട് മാറും. അവിടെ വെച്ച് ചെറു കണികകളായി ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കും. അപ്പോൾ ഈ മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് എത്തുന്നതൊക്കെയാണ് നമ്മുടെ നദികളിലും തടാകങ്ങളിലും ഒക്കെ എത്തുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? ഈ നദികളും തടാകങ്ങളും കടലും എല്ലാം നമ്മൾ വേസ്റ്റ് ഇട്ട് മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമല്ലേ, നമ്മളിങ്ങനെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കുടിക്കാൻ വെള്ളം കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിനെ സംരക്ഷിക്കണ്ടേ? നമ്മളെ മഴ പെയ്ത് വരുന്ന ഈ വെള്ളത്തിനെ നമ്മൾ സംരക്ഷിക്കണം. എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കുക? നമുക്ക് റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് വെക്കാം, മഴവെള്ള സംഭരണി. നമ്മുടെ വീടുകളുടെ മുകളിൽ കൂടി ഇങ്ങനെ മഴവെള്ളം ഇങ്ങനെ വീഴുമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മുടെ മഴപ്പാത്തികൾ എന്ന് പറയും. ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ടാങ്കിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ മഴവെള്ളം നമുക്ക് സംഭരിക്കാം. ചെക്ക് ഡാം അഥവാ തടയണകൾ. കാരണം മഴവെള്ളം ഇങ്ങനെ പെയ്ത് അതെല്ലാം ഒഴിച്ചു പോയിട്ട് കടലിലെത്തും. കടലിലെത്തിക്കഴിഞ്ഞാൽ അത് ഉപ്പുവെള്ളമായി, നമുക്ക് കുടിക്കാൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ തടയണകൾ വെക്കുക, ചെക്ക് ഡാംസ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒഴുക്ക് നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ നമുക്ക് സ്റ്റോൺ വോൾ, കയ്യാലകൾ കെട്ടാം. കയ്യാലകൾ കെട്ടുന്നത് എന്തിനാണ്? നമുക്ക് മഴവെള്ളം സ്റ്റോർ ചെയ്യാനും ഇതിങ്ങനെ ഒഴുകി പോകുന്നത് തടയാനും സഹായിക്കും. പിന്നെ വെൽ റീചാർജിങ്, കിണർ റീചാർജിങ്. അത് നമ്മൾ നേരത്തെ മഴവെള്ള സംഭരണിയിലേക്ക് കൊടുക്കുന്നതിന് പകരം കിണറിലേക്ക് ഈ ട്യൂബ് കൊടുക്കുക. ഇങ്ങനെ ഒലിച്ചു വരുന്ന മഴവെള്ളം നേരെ കിണറിലേക്ക് എത്തുന്നത് പോലെ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചരിഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ആകുമ്പോൾ മഴ ഇങ്ങനെ കൊത്തി ഒലിച്ചു പോകും മഴവെള്ളം. അപ്പോൾ നമ്മൾ തട്ടുകളാക്കി മാറ്റാം. അപ്പോൾ ഈ ഒലിച്ചു പോകുന്ന സ്പീഡ് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് തടം എടുത്ത് വെക്കാം. നിങ്ങൾ ഇപ്പം നെൽപ്പാടല്ല, തെങ്ങും തോട്ടമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ തടം എടുത്ത് വെക്കും. അപ്പോൾ ഇവിടെ എന്താ, വെള്ളം ഒലിച്ചു പോവാതെ അവിടെ ഇങ്ങനെ കെട്ടിക്കിടന്നോളും. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിരിക്കും. നമ്മൾ വിചാരിച്ചതിലും പെട്ടെന്ന് തന്നെ ഈ ഒരു ചാപ്റ്റർ തീർത്തിട്ടുണ്ട്. ഇതിൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ ക്ലിയർ അല്ലേ? റെഡി?